ക്വസ്റ്റ്യൻ നമ്പർ 7 ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഐസോമെട്രിക് വ്യൂ ആണ്. നമ്മുടെ ടെൻഡൻസി ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 രണ്ട് സോളിഡ് ഉണ്ട്. ഒരു സിലിണ്ടറിക്കൽ സ്ലാബ്, അത് വിച്ച് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിൽ ഒരു ക്യൂബ്, അതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. രണ്ടാമത്തത് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് ഫ്രസ്റ്റം ഓഫ് എക്സ്റ്റേണൽ പിരമിഡ് ഷേപ്പിലാണ്. അപ്പോൾ ഒരു സോളിഡേ ഉള്ളൂ. ഫ്രസ്റ്റം ഓഫ് എക്സ്റ്റേണൽ പിരമിഡാണ്. ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡും ഫ്രസ്റ്റം ഓഫ് കോണൊക്കെ നമ്മൾ വരച്ചതാണ്. അപ്പോൾ എളുപ്പമാണെന്ന് കരുതി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സ്പേസിംഗ് ആണ് വലിയ പ്രശ്നം. വരയ്ക്കാനൊക്കെ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്പേസ് ഇത് സ്കെയിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് പേർക്ക് സമയം പോയിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. എ സിലിണ്ടറിക്കൽ സ്ലാബ് 60 mm in diameter and 20 mm thick is surmounted by a cube of 30 mm side. The axes of the solids are in the same vertical line. Draw the isometric projections of the solid. ഒരു സിലിണ്ടറിക്കൽ സ്ലാബ്, അതിൻ്റെ തിക്നെസ് 20 തന്നു, അതായത് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, റേഡിയസ് ഈക്വൽ ടു 60 mm. 60 mm റേഡിയസ്, ഈ തിക്നെസ് 20. ഇറ്റ് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ക്യൂബ്. ഇതിൽ 1-2 കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോ എന്ന്. അങ്ങനെയല്ല, ക്യൂബിൻ്റെ മുകളിൽ സിലിണ്ടർ അല്ല, സിലിണ്ടറിൻ്റെ മുകളിൽ ക്യൂബാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ സ്ലാബ് ഈസ് സർമൗണ്ടഡ് ബൈ എ ക്യൂബ്. ദാറ്റ് മീൻസ് സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിലാണ്. സിലിണ്ടറിക്കൽ സ്ലാബിനെ സർമൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്യൂബ് യൂസ് ചെയ്തിട്ടാണ്. അതായത് സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിലാണ് ക്യൂബ്. ക്വസ്റ്റ്യനിലെ ക്യൂബ് ചെറുതാണ്, എൻ്റെ കയ്യിലുള്ള ക്യൂബ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു കോമ്പിനേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ബേസ് പോളിഗണൊന്നും വരുന്നില്ല, അതുകൊണ്ട് പോളിഗണിൻ്റെ വ്യൂസ് ഒന്നും വരയ്ക്കേണ്ട. എനിവേ നമുക്ക് ആ ഓർഡറിൽ പോകാം. ഫസ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരച്ചു. ഈ ആംഗിൾ 15 ഡിഗ്രി, ഇത് 45 ഡിഗ്രിയിൽ ഐസോമെട്രിക് സ്കെയിൽ വരച്ചു. അതിൽ നമുക്ക് മാക്സിമം വരുന്ന ലെങ്ത് 60 ആണ്. 30യുടെ ഐസോമെട്രിക് ലെങ്ത് കാണാനുണ്ട്, 20യുടെ ഐസോമെട്രിക് ലെങ്ത് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ മാർക്ക് ചെയ്തു. ഇനി ഇങ്ങനെ വരുമ്പോൾ ക്യൂബ് സൈസ് 30 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് 30 സൈഡിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക, 60 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ക്യൂബ് കാണും, അതേപോലെ സർക്കിളും കാണും. അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഈ ഹൈറ്റ് 20 ആണ്. ഓക്കെ, അപ്പോൾ 20 ഹൈറ്റിൽ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ മുകളിൽ 30 mm ഹൈറ്റിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇനി ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിൻ്റ് 1 ഞാൻ ലൊക്കേറ്റ് ചെയ്തു. 1 to 30 ഡിഗ്രിയിൽ, അതേപോലെ 1-4 30 ഡിഗ്രിയിൽ, 1 to 30 ഡിഗ്രിയിൽ, 1-4 30 ഡിഗ്രിയിൽ ഐസോമെട്രിക് ലെങ്ത്തിൽ, അതായത് 60ൽ എടുക്കരുത്, 60ൽ എടുത്ത ഐസോമെട്രിക് വ്യൂ ആണ്. ഈ 60നെ കൺവേർട്ട് ചെയ്യുക, അതായത് ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയിട്ട് ഈ ലെങ്താണ് 60 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്, അല്ലെങ്കിൽ 60 × 0.816. അതിൽ ഈ റോംബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. 1 2 3 4, അതായത് പുറത്ത് കാണുന്ന ഈ 1 2 3 4ൻ്റെ റോംബസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ സോളിൻ്റെ ഹൈറ്റ്, സെൻറ്റ് ഡയറക്ഷൻ, അതായത് ഹൈറ്റ് വെർട്ടിക്കലാണ്, അത് 20 ആണ്. വെർട്ടിക്കൽ ലൈൻസ് ഐസോമെട്രിക് പൊസിഷനിൽ വെർട്ടിക്കലായിരിക്കും. അപ്പോൾ ഈ സെൻറ്റ് 20 എടുത്ത്, അറിയാതെ എടുത്ത് പോരുത്, 20 × 0.816, അതായത് 20നെ കൺവേർട്ട് ചെയ്ത് ഈ ലെങ്ത് എടുത്ത് കാരണം ഈ ഹൈറ്റ് എടുക്കാൻ. അങ്ങനെ ഈ സ്ക്വയർ സ്ലാബിൻ്റെ ഐസോമെട്രിക് പൊസിഷൻ കിട്ടും. അതിലേക്ക് ഈ 2 റോംബസിലേക്കും, താഴത്തെ 1 2 3 4ലും മുകളിലത്തെ 1 2 3 4ലും 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുക. അതിന് 4 3യുടെ മിഡ് പോയിൻ്റ് കണ്ട് 1ലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ ഇവിടെയും ചെയ്യുക. ഫസ്റ്റ് സെൻറ്റർ, സെക്കൻഡ് സെൻറ്റർ, തേർഡ് സെൻറ്റർ ആൻഡ് ഫോർത്ത് സെൻറ്റർ, അങ്ങനെ എലിപ്സ് വരയ്ക്കുക. അപ്പോൾ ആ എലിപ്സ് വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എലിപ്സ് വരയ്ക്കുന്നതായിരിക്കും. ഈ ഡാഷ് ലൈനൊക്കെ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ 1 2 3 4 വരച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ABCD സ്ക്വയറിൻ്റെ റോംബസ് കൊണ്ടുവരണം. അതിന് ഈ പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് അത് സെയിം ആയിരിക്കും. അത് നമുക്ക് കിട്ടുക 60 - 30 ആയിരിക്കും, /2. അപ്പോൾ ഈ ലെങ്ത് 15 mm ആയിരിക്കും. ഈ ലെങ്ത് 15 mm ആയിരിക്കും. അപ്പോൾ ആ 15 ഡയറക്റ്റ് എടുത്ത് പോകരുത്, ഐസോമെട്രിക് വ്യൂവിലാണ് എടുക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷനിലാകുമ്പോൾ ഈ 15 mm ഇവിടെ മാർക്ക് ചെയ്ത് അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്ത് 15 × 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ലെങ്ത് എടുത്ത് ഈ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ മാർക്ക് ചെയ്യുന്നു, അങ്ങനെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു.
ആ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ എ ബി സി ഡി ഇവിടെ കിട്ടും. ഇനി ഈ എ ബി സിയുടെ ഹൈറ്റ് അറിയാതെ 30 കൊടുത്ത് പോരുത്. 30 ഹൈറ്റ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ 30നെ കൺവേർട്ട് ചെയ്ത ഈ ലെങ്ത് എടുത്തിട്ട് ഇവിടെ ഹൈറ്റ് കൊടുത്തിട്ട് ടോപ്പിലത്തെ എ ബി സി ഡി കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ എലിപ്സ് വരയ്ക്കുക, താഴെ എലിപ്സ് വരയ്ക്കുക. ഈ 2 എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ ജനറേറ്റേഴ്സ് മാത്രം ഇവിടെ വരയ്ക്കുക. അങ്ങനെ നമുക്ക് ഈ സിലിണ്ടറിക്കൽ സ്ലാബിൻ്റെ മുകളിൽ നിൽക്കുന്ന ക്യൂബിൻ്റെ ഈ കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ കിട്ടും. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിൽ ഇതിന് ഫുൾ മാർക്ക് കൊടുക്കാമെന്ന് ആൻസർ കീയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് 2 to 3 മാർക്ക് കിട്ടും. ഐസോമെട്രിക് സ്കെയിലിന് 4 to 5 മാർക്സാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചാൽ. അതിന് വരച്ചില്ലെങ്കിൽ ഇത് ശരിയാണെങ്കിൽ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 5+3 2 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന മാർക്ക് ഇത് രണ്ടിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത സിലിണ്ടറിനാണ്. ക്യൂബ് എളുപ്പമായതുകൊണ്ട് സംടൈംസ് ക്യൂബിന് മാർക്ക് കുറയും, അല്ലെങ്കിൽ രണ്ടിനും സെയിം മാർക്കായിരിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിൽ സ്കെയിലിന് 3 മാർക്ക്, 2 മാർക്സ് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ, ബാക്കി വരുന്ന 16 മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാനാണ് സാധ്യത. നിങ്ങളുടെ അടുത്ത ഡൗട്ട് ഇതായിരിക്കും, ഐസോമെട്രിക് വ്യൂ വരച്ചാൽ എന്ത് ചെയ്യും? അതും ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ആൻസർ കീയിൽ ഒരു 15 മാർക്സ് വരെ കിട്ടുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ഇതും കിട്ടും. ബാക്കി ഇതിലാണ് കുറയുന്നത്. ഇനി ഇത് വരയ്ക്കാതെ ഇത് വരയ്ക്കാൻ സാധ്യതയില്ലല്ലോ, ഐസോമെട്രിക് വ്യൂ അല്ലേ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഉണ്ടാവില്ല. ഇത് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് കിട്ടും. ഇനി ഇത് വരയ്ക്കാതെ വരച്ചതെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കുറയും, കാരണം മുഴുവൻ മാർക്ക് ഇതിൽ കുറയാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. വരച്ചില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും മുഴുവൻ ശരിയാണെങ്കിൽ.